നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമുക്കിന്നറിയാം, നമ്മുടെയൊക്കെ നാട്ടിൽ അക്രമം വർദ്ധിക്കുന്നത് വല്ലാതെയാണ് അല്ലേ? അത് എല്ലായിടത്തും ഉണ്ട്. യുവതലമുറയിൽ അക്രമം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടിട്ടാണ്? അതിൻ്റെ ഏർലി സൈൻസ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ടു ഐഡൻറ്റിഫൈ ഏർലി വാർണിംഗ് സൈൻസ്. ഇപ്പോൾ നമുക്കറിയാം, പതിവായി നമ്മുടെ പല ന്യൂസുകളിലും കാണുന്നതാണ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള അക്രമ സംഭവങ്ങൾ, ചെറിയ തർക്കങ്ങൾ, പ്രതികാര നടപടികൾ, അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പരസ്പരം കൊല്ലുന്നു, ബുള്ളിങ്, അല്ലെങ്കിൽ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അവരെ തന്നെ ഇല്ലാതെയാക്കാനായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഇന്ന് നിലനിൽക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ എന്താണ് മാറിയിരിക്കുന്നത്? എന്താണ് യുവാക്കളെ അല്ലെങ്കിൽ യൂത്തിനെ ഇത്തരം പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൈ ഈസ് യൂത്ത് വയലൻസ് ഇസ് ഇൻക്രീസിങ്? ഒന്നാമത്തെ കാരണം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് ലാക്ക് ഓഫ് ഇമോഷണൽ റെഗുലേഷൻ. മുമ്പൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരാളെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരാളോ ആയിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിലോ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അല്ലേ? ഉദാഹരണത്തിന് ഒരു സന്ദേശത്തിനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസിനോ ഒക്കെ കാത്തിരിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബോഡിയും മൈൻഡിനെയും ഒന്ന് നമ്മൾ പ്രിപ്പയർ ആക്കുന്നുണ്ട്. അത് നോ ആണെങ്കിലും യെസ് ആക്കാനും ഒക്കെ. ആ യെസ് ആണ് പറയുന്നതെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ നോ ആണെങ്കിൽ എങ്ങനെ നമ്മൾ പ്രതികരിക്കണം. അപ്പോൾ ഈ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നമ്മുടെ ബ്രെയിനിലും നമ്മുടെ ബോഡിയിലും ഒക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ആ വെയിറ്റിംഗ് പീരീഡ് ഇല്ല. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ എന്നിവയിലൂടെയൊക്കെ ഓരോ കാര്യത്തിനും പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള പിണക്കങ്ങൾ പോലും വളരെ ഡീപ്പായിട്ടുള്ള പ്രതികരണങ്ങളാകുന്നുണ്ട് എന്നുള്ളതാണ്. ആഴത്തിലുള്ള പ്രകോപനമാകുന്നു, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് അവരെ തന്നെ നിയന്ത്രിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ബ്രെയിനിലെ അമിഗ്ഡാല അല്ലെങ്കിൽ നമ്മുടെ ഭയവും ഉന്മാദവും ഒക്കെ നിയന്ത്രിക്കുന്ന ഭാഗം നമ്മളെ വളരെ യുക്തിപരമായ ചിന്തകൾ പോലും ഇന്ന് അപ്രത്യക്ഷമാകുന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മളൊരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് മറന്നു പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. 2, റിജക്ഷൻ സെൻസിറ്റിവിറ്റി ആൻഡ് റിവെഞ്ച് കൾച്ചർ. പല അക്രമ സംഭവങ്ങളും അല്ലെങ്കിൽ ഇല്ലാതെയാക്കലും ഒക്കെ ഒരു വേദനയിൽ നിന്നിട്ടാണ് തുടങ്ങുന്നത്. ഒരു വ്യക്തിക്ക് റിജക്ഷൻ എങ്ങനെ ഏറ്റെടുക്കണം അല്ലെങ്കിൽ ഒരു തോൽവി എങ്ങനെ ഏറ്റെടുക്കണം എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. സ്നേഹബന്ധങ്ങളിൽ നിന്നിട്ട് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളിൽ നിന്ന്, അവരുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ ഇവയുടെയൊക്കെ സ്വാധീനമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് ഈ റിജക്ഷൻ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തത്? സൈക്കോളജിയിൽ ഇതിനെ RSD എന്ന് പറയും, റിജക്ഷൻ സെൻസിറ്റീവ് ഡിസ്ഫോറിയ. ഇത് എപ്പോഴും സമൂഹത്തിൽ ഇപ്പോൾ വളരെയധികം കണ്ടുവരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള റിജക്ഷൻസ് ഉണ്ടാകുമ്പോൾ വളരെ ഭയാനകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അവരെ ഒന്നും ഇല്ലാതാക്കാനും അല്ലെങ്കിൽ റിവെഞ്ച്ഫുള്ളായിട്ട് കൈകാര്യം ചെയ്യാനും ഏതൊരു അവസ്ഥയിലും പോയി അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ മനസ്സിലേക്ക് എത്തുന്ന ആദ്യത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നിരാകരണത്തെ മനസ്സിലാക്കാനും അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും വിദ്യാർത്ഥികൾക്ക് പരിശീലനം ഇല്ലെങ്കിൽ അതിനെ ഇവരെയൊക്കെ ഒരു അക്രമമായി പ്രതികരിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അവർ ചെറുപ്പം മുതലേ വളർന്നു വരുന്നത് ഒരു റിജക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നോ കേട്ടിട്ടോ ഒന്നുമല്ല. ഇന്നത്തെ കാലത്ത് എല്ലാം അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പുറത്തു നിന്നൊരു നോ കേൾക്കുമ്പോൾ ഈ റിജക്ഷൻ സ്വീകരിക്കാനോ അതൊരു വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയോ അവർക്കില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. 3, വയലൻസ് ബിഗിൻസ് അറ്റ് ഹോം. നമ്മൾ വിചാരിക്കുന്നത് മൂവീസിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുമാണ് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നിന്നിട്ടാണ് വയലൻസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അല്ല, കുട്ടികൾ വളരുന്നതിൽ കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ഇടങ്ങളിലും സ്വാധീനം വളരെ പ്രധാനമാണ്. അപ്പോൾ വീട്ടിൽ അക്രമം ഏതെങ്കിലും രീതിയിൽ കണ്ടുവരുന്ന വളരുന്ന കുട്ടികൾ അതൊരു സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ അതാണൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ് എന്നുള്ളതും ശക്തിയുള്ള ഒരാളാകാനുള്ള മാർഗമാണ് എന്നുള്ളത് അവർ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചെറുപ്പത്തിൽ ചെറിയ കുട്ടികൾ
അവരുടെ വയലൻസ് ഒക്കെ നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് കാണിക്കുന്നതും ശാഠ്യം കാണിക്കുന്നതും അടിക്കുന്നതും സിബ്ലിങ്സിനെ അടിക്കുന്നതും അല്ലെങ്കിൽ സാധനങ്ങളെടുത്ത് വലിച്ചെറിയുന്നതും ഒക്കെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. കുട്ടികൾ പാരൻസിനെ അടിക്കുന്നതും അല്ലെങ്കിൽ സിബ്ലിങ്സിനോട് ദേഷ്യപ്പെടുന്നതുമെല്ലാം നമ്മളതിനൊക്കെ ഒരുപാട് ലൈക്സും കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് നമുക്കതൊരു ക്യൂട്ട് ആക്ഷനായിട്ട് തോന്നുമെങ്കിലും വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വയലൻസ് ബിഗിൻസ് അറ്റ് ഹോം. ഫോർത്ത്, സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് പിയർ ഇൻഫ്ലുവൻസസ്. മദ്യപാനവും ലഹരിയുമാണ് പല വിദ്യാർത്ഥികളെയും ഇന്ന് അക്രമത്തിലേക്ക് തള്ളുന്നത്. സാഹചര്യ സമ്മർദ്ദം അല്ലെങ്കിൽ പിയർ പ്രഷർ കൊണ്ട് വിദ്യാർത്ഥികളെ തെറ്റായ സംഘങ്ങളിൽ എത്തിക്കുകയും അതിൽ നിന്ന് അവരൊരു ഗ്രൂപ്പിൽ കൂടിച്ചേരാനായിട്ട് അവർ അതിൻ്റെ ഭാഗമാണെന്ന് തെളിയിക്കാനായിട്ട് അവരതിൻ്റെ പെട്ടുപോകുന്ന ചില അവസ്ഥകളും ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഒരു കാരണമാണ് അക്രമം കൂടി വരാനായിട്ട് എന്നുള്ളതാണ്. 2021 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രഗ് അബ്യൂസ് പറയുന്നതനുസരിച്ചിട്ട് ലഹരി ഉപയോഗം യുവാക്കളുടെ ഇമ്പൾസ് കൺട്രോള് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി അക്രമത്തിൻ്റെ സാധ്യത വളരെയധികം കൂട്ടുന്നു എന്നുള്ളതാണ്. ഈ റിസർച്ച് ഷോസ് ദാറ്റ് സബ്സ്റ്റൻസ് ലൈക്ക് MDMA, ആൽക്കഹോൾ or cannabis lower impulse control and increase violence tendencies. ഇത് ഈ പഠനത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു ബോധമായിട്ട് അല്ലെങ്കിൽ വിവേകത്തോടുകൂടി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള റിജക്ഷൻസോ അല്ലെങ്കിൽ അവരെ ഒന്ന് ട്രിഗർ ചെയ്ത് കഴിയുമ്പോൾ അവർ വല്ലാത്ത ഒരു അക്രമാസക്തി ഉള്ളവരായി മാറുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെ ആക്രമിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഏർലി വാർണിംഗ് സൈൻസ് ഓഫ് വയലൻസ് ഇൻ യൂത്ത്. നമ്മുടെ കുട്ടികളിൽ നമുക്ക് ഇത്തരം സൈൻസ് ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ഫസ്റ്റ്, ബിഹേവിയറൽ ചേഞ്ചസ്. ഏതെങ്കിലും തരത്തിലുള്ള സഡൻ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ എക്സ്ട്രീം ആങ്കർ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ ദേഷ്യപ്പെടുക, സാധനങ്ങൾ പൊട്ടിക്കുക അല്ലെങ്കിൽ എപ്പോഴും ചില കാര്യങ്ങളിൽ വഴക്കിലേർപ്പെടുക, സ്കൂളിലാവട്ടെ വീട്ടിലാകട്ടെ ഇത്തരമായിട്ടുള്ള സ്വഭാവത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, ചെറിയ കാരണങ്ങൾക്ക് പോലും അമിതമായിട്ടുള്ള ഒരു ഇമോഷണൽ റെസ്പോൺസസ് കാണിക്കുക, അവരല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് കാണിക്കാതിരിക്കുന്ന അവസ്ഥ, ഇത്തരം കാര്യങ്ങളെല്ലാം അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് ആണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതൊരു ഏർലി സൈനായിട്ട് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, അക്കാഡമിക് പെർഫോമൻസസ്. ക്ലാസ്സുകൾ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഗ്രേഡ്സ് പെട്ടെന്ന് ഡ്രോപ്പ് ആകുന്നു, അവർ ക്ലാസ്സുകളിൽ കയറാതെ സ്റ്റഡീസിനൊന്നും വല്ലാത്ത ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നു, അവർ പോകുന്നത് എന്തിനാണോ അത് ചെയ്യാതെ പല വേറെ കാര്യങ്ങളിലേക്ക് ചിന്തകൾ പോകുന്ന ഒരവസ്ഥയാണ് എങ്കിൽ ഇതൊരു ഏർലി സൈനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, സോഷ്യൽ ഇൻട്രാക്ഷൻസ്. അവർ സോഷ്യൽ ഇൻട്രാക്ഷൻസ് നടത്താതെ അവരതിൽ നിന്ന് ഐസൊലേഷൻ ആകുന്നു അല്ലെങ്കിൽ അത്തരം ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ ഒക്കെ അവർ ഭയങ്കര അഗ്രസീവായിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ, മറ്റുള്ളവരെ ബുള്ളി ചെയ്യുന്നു അല്ലെങ്കിൽ റിവഞ്ച് എടുക്കുന്ന ഒരു മനോഭാവം കാണിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോൾ അവരതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, അവർക്കൊരു റിവഞ്ച് മൈൻഡ് ഉണ്ടോ അല്ലെങ്കിൽ അവരതിനെ വളരെയധികം റിവഞ്ച്ഫുള്ളായിട്ട് റിയാക്ട് ചെയ്യുകയാണ് എങ്കിൽ ഇത്തരം മൈനർ കോൺഫ്ലിക്ട്സിൽ പോലും അവരുടെ റിവഞ്ച്ഫുള്ളായിട്ടുള്ളൊരു റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ ഒരു വാർണിംഗ് സൈനായിട്ട് കണക്കാക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഒബ്സഷൻ വിത്ത് പവർ ആൻഡ് കൺട്രോൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ന് എക്സസീവ്ലി ടി-വിയും അല്ലെങ്കിൽ ഗെയിമും സോഷ്യൽ മീഡിയയും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് വാച്ചിങ് വയലൻസ് കണ്ടൻറ്റ് എക്സസീവ്ലി നമ്മൾ പോലും അറിയാതെ അഗ്രസീവ് ഫിഗേഴ്സ് അല്ലെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ അഡ്മയർ ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോവാറുണ്ട്. ഇത് നമ്മൾ ഒരു ഡോമിനൻസ് ലെവലിലേക്ക് എത്തിക്കുകയും ഒരു വലിയ തോന്നൽ അല്ലെങ്കിൽ ഉയർന്ന സ്വാധീനമുള്ള ഒരാളുകളെ പോലെ റോൾ മോഡലായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലാവണം അല്ലെങ്കിൽ അത്തരം ആളുകളോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടവും ഒക്കെ തോന്നുന്നൊരവസ്ഥയാണ്. അപ്പോൾ ചിലപ്പോൾ അവസാനിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യേണ്ട ചില തർക്കങ്ങളിൽ പോലും ചില ഏറ്റുമുട്ടലുകൾ പോലും വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞ് അതിനെ കൺട്രോൾ ചെയ്ത് ഓവർ പവർ ചെയ്ത് ഡോമിനേറ്റ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട്. അപ്പോൾ ഇത്തരം പ്രവണതകൾ നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ട് എങ്കിൽ ഇതൊരു വാർണിംഗ് സൈനായിട്ട് നിങ്ങൾ കണക്കാക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് എംപതി. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ അതിൽ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പെരുമാറുന്നു.
മറ്റുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതം ഉണ്ടാകുമ്പോൾ അതിൽ ഒരു വല്ലാത്തൊരു ആനന്ദം കാണിക്കുന്ന ഒരവസ്ഥ. ബുള്ളിങ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിലൂടെ, കളിയാക്കുന്നതിലൂടെ സ്വയം ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ഹ്യൂമർ രീതിയിലായിരിക്കാം, ഒരു കളിയാക്കൽ എന്നുള്ള രീതിയിലായിരിക്കാം മറ്റൊരാളെ ബുള്ളി ചെയ്യുന്നത്. പക്ഷേ ഈ ലാക്ക് ഓഫ് എമ്പതി, മറ്റുള്ളവരുടെ വേദന കാണാതിരിക്കുന്നതും ഒരു ഏർലി വാർണിംഗ് സൈനായിട്ട് നമ്മൾ കണക്കാക്കണം എന്നുള്ളതാണ്. വാട്ട് ക്യാൻ ബി ഡൺ? ഇത്തരം സിറ്റുവേഷൻസിലൂടെ നിങ്ങളുടെ കുട്ടികൾ പോകുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഡിലേ റെസ്പോൺസ് ടൈം ഇൻ കോൺഫ്ലിക്റ്റ്, അതായത് ഒരു ഇമോഷണൽ റെഗുലേഷൻ വരാനായിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു നിയന്ത്രണം വയ്ക്കുക എന്നുള്ളതാണ്. അത് ആരെയും ഇന്നുവരെ പഠിപ്പിക്കാറില്ലാത്തൊരു കാര്യമാണ്. ഇതെല്ലാം ഒരു അക്കാഡമിക്കലി നമ്മൾ പഠിപ്പിക്കേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ പഠിപ്പിക്കേണ്ട ഒന്നാണ്. അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ ഒരു വികാര നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ശീലം രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഡീപ് ബ്രീത്തിങ്, മൈൻഡ്ഫുൾനെസ്, തോട്ട് പ്രോസസ്സിങ്, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇമോഷണൽ ലിറ്ററസി എഡ്യൂക്കേഷൻ. School should focus on teaching children how to process rejection, deal with anger and express emotions healthily. അതായത് പല കാര്യങ്ങളും നമ്മൾ ഇന്ന് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്, മോറൽ സയൻസ് ഉൾപ്പെടെ. പക്ഷെ എത്ര പേരത് ഫോക്കസ് ചെയ്യാറുണ്ട്? എത്ര പേരത് ഫോളോ ചെയ്യാറുണ്ട്? കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും ഇംഗ്ലീഷും എല്ലാം നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇമോഷണൽ ലിറ്ററസി എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സ്റ്റുഡൻസ്. കുട്ടികളിൽ ഇത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ വികാരങ്ങൾ തിരിച്ചറിയാനും അതിനെ ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അവസാനിപ്പിക്കേണ്ട കോൺഫ്ലിക്റ്റ്, തർക്കങ്ങൾക്ക് പകരം അതൊരു ഇമോഷണൽ ഇൻ്റലിജൻസ് കൊണ്ട് പരിഹരിക്കാൻ സ്കൂൾ പരിശീലനം നൽകണം എന്നുള്ളതാണ്. തേർഡ്, പാരൻ്റൽ ഗൈഡൻസ് ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ. മാതാപിതാക്കൾ കുട്ടികൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, കണ്ടൻറ് കൺസംഷൻ എന്നിവയൊക്കെ നോക്കണം എന്നുള്ളതാണ്. അതൊന്ന് ഒബ്സർവ് ചെയ്യണം. അവരോടുള്ള ഒരു ജഡ്ജ്മെൻ്റൽ ആകാതെ, ഡിബേറ്റ് ചെയ്യാതെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവരുമായി ഉണ്ടാകണം എന്നുള്ളതാണ്. കുട്ടികളുടെ അക്രമപരമായിട്ടുള്ള പ്രവണതകൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ഇടപെടണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എല്ലാം ഒന്നും നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് തുടച്ചു നീക്കാൻ പറ്റില്ല. പക്ഷെ ചിലതൊക്കെ നമ്മൾ ഏറ്റവും നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ്, തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസ്, കൗൺസിലിംഗ് ആൻഡ് ഗോയിങ് ഫോർ എ സൈക്കോതെറാപ്പി. ഒരുപാട് സൈക്കോളജിസ്റ്റുമാരും അല്ലെങ്കിൽ ഒരുപാട് കൗൺസിലേഴ്സിനെയും നമ്മൾ തേടി പിടിച്ചത് കൊണ്ടിട്ടോ, സ്കൂളിൽ അപ്പോയിൻറ്റ് ചെയ്തത് കൊണ്ടിട്ടോ, അല്ലെങ്കിൽ കുട്ടികളെ അവിടെ കൊണ്ടുപോയത് കൊണ്ടിട്ടോ മാറ്റം കൊണ്ടുവരണം എന്നില്ല. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഉയർന്നു വരുന്ന അക്രമ സ്വഭാവം കാണിക്കുന്ന കുട്ടികളിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. നെക്സ്റ്റ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് അവെയർനെസ് പ്രോഗ്രാംസ്. സ്കൂളുകളിലും കോളേജുകളിലും അക്രമത്തെക്കുറിച്ച് പ്രതിരോധ ശീലങ്ങൾ പഠിപ്പിക്കാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ്. റോൾ മോഡൽസ്, മോട്ടിവേഷണൽ സ്പീക്കർ, സെൽഫ് കൺട്രോൾ വർക്ക്ഷോപ്സ് എന്നിവയിലൊക്കെ വിദ്യാർത്ഥികളിലേക്ക് കൊണ്ടുവരണം. ഒരു റോൾ മോഡലോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കറോ ആയി തീരാൻ അല്ല, അതല്ലാതെ എങ്ങനെയാണ് ഒരു സെൽഫ് കൺട്രോൾ ആയിട്ട് മാറേണ്ടത്, എങ്ങനെയാണ് ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറേണ്ടത് എന്നവരെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെയാണ്. വിദ്യാർത്ഥികളിൽ അക്രമം ഒരു ഒറ്റപ്പെട്ടൊരു പ്രശ്നമല്ല. ഇതൊക്കെ നമ്മുടെ കുടുംബവും സമൂഹവും വിദ്യാഭ്യാസവും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ മോശമായിട്ട് പ്രതികരിക്കുന്നത് കൊണ്ടല്ല, മുൻകരുതൽ എടുക്കുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രശ്നം കുറയ്ക്കാനാവൂ. ഇമോഷണൽ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കുകയും വയലൻസ് ഒരു മുൻകരുതലൂടെ തടയാം എന്നുള്ളതാണ്. ഇവിടെ നിന്ന് നമുക്ക് മാറ്റം തുടങ്ങാൻ സാധിക്കണം എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.